ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നിയാമിസ് ആണ്. എക്കണോമിക്സിന്റെ പബ്ലിക് എക്സാം വരുന്നത് 25-ാം തീയതിയാണ്. +1 എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ +2-ല് +1 ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ എന്നാണ് മിസ് വിശ്വസിക്കുന്നത്. നമ്മൾ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളായിട്ടുള്ള മെഷേഴ്സ് ഓഫ് സിംഗിൾ ടെൻഡൻസി, പോവർട്ടി, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഈ 3 ചാപ്റ്ററിൽ നിന്നും essay questions ചോദിക്കും. ആ essay questions പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 8 16 മാർക്ക് ഓൾറെഡി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വീതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 ഓരോ ചാപ്റ്ററിന്റെയും കംപ്ലീറ്റ് റിവിഷൻ ആയിട്ട് നമ്മൾ +1 ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഡൗട്ടുള്ള ആൾക്കാർ നേരെ ലൈവിലേക്ക് വരണം. ആദ്യം നമുക്ക് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. കേന്ദ്രീയ പ്രവണതയുടെ അളവുകളാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മീനും മീഡിയനും കണ്ടുപിടിക്കുക കണ്ടിന്യൂസ് സീരീസിൽ. സീരീസ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ ക്ലാസ് ഇന്റർവെൽ എന്താണെന്ന് നോക്കിയാൽ മതി. ക്ലാസ് ഇന്റർവെൽ ഉണ്ടോ, അത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ആദ്യം മീനാണ്. ഇവിടെ മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. സാധാരണയായിട്ട് മോഡ് കണ്ടുപിടിക്കാൻ കൂടി ചേർത്താണ് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് മോഡ് കൂടി കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് മീൻ കണ്ടുപിടിച്ചാലോ. മീനിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിഗ്മ FM/N ആണ്. സിഗ്മ FM എന്ന് പറയുന്നത് F×M ആണിന്റെ ടോട്ടൽ ആണ്. M മിഡ് പോയിന്റ് ആണ്. ഓരോ ക്ലാസ്സിന്റെ മിഡ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. മിഡ് പോയിന്റ് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് /2 ചെയ്താൽ മതി കേട്ടോ. ഓരോന്നിൻ്റെ 45, 55, 65. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, F×M ഫ്രീക്വൻസി ഇൻറ്റു മിഡ് പോയിന്റ്. 15 × 1 15, 8 × 25 200, 12 × 35 420, 15 × 45 675, 5 × 55 275, 4 × 65 260. ഇനി നമ്മൾ നോക്കുകയാണ്, 4 × 65 ആണ്, 25 അല്ല 65 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, FM-ന്റെ ടോട്ടൽ എടുക്കാം. 15 + 200 + 420 + 675 + 275 + 260 എത്ര കിട്ടും? 1845 എന്ന് കിട്ടും. /N എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ എന്ന് പറയുന്നത് നോക്കിക്കേ, 1 + 8 + 12 + 15 + 5 + 4 എത്ര കിട്ടും മക്കളെ? 45 എന്ന് കിട്ടും. അപ്പോൾ 1845 / 45, 1845 / 45 നമുക്ക് 41 ആണ് മീൻ കിട്ടുക. വളരെ സിമ്പിൾ ആണ്. ഇനി മീഡിയൻ എന്ന് പറയുമ്പം ആദ്യമേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. 1 8 + 1 9, 9 + 12 21, 21 + 15 36, 36 + 5 41, 41 + 4 45. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് N/2 ഐറ്റം. N 45 അല്ലേ, അപ്പോൾ 45 / 2 ദാറ്റ് ഈസ് 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 22.5. 22ാമത്തെ ഐറ്റം 22 എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുക? 36-ലല്ലേ അടങ്ങുള്ളൂ, 21-ൽ അടങ്ങില്ല, 41-ൽ അടങ്ങില്ല. ബിക്കോസ് 36 മേളിലുണ്ട് 21 അടങ്ങുന്നത്. അപ്പോൾ 36 സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇനി ഇക്വേഷൻ ഇടാൻ വേണ്ടി പോവാണ്. ഇക്വേഷൻ ഇടുമ്പോഴത്തേക്കും L + N/2 - CF / F × H ആണ്. L എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 40, N/2 22.5 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, -CF കണ്ടുപിടിച്ച് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ മുകളിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 21 / F ആ ക്ലാസിന്റെ ഫ്രീക്വൻസി 15 × H അല്ലെങ്കിൽ I എന്നും എഴുതാട്ടോ. H ക്ലാസ് ഇന്റർവെൽ ആണേ. അപ്പം നമുക്ക് 22.5 - 21 ചെയ്യുക, പ്ലസ് അല്ല മൈനസ് 1.5, 1.5 × 10 15, 15/15 1, 40 + 1 41 എന്ന് കിട്ടും. ഇവിടെ മീഡിയൻ എന്ന് പറയുന്നത് മീഡിയൻ 41 എന്ന് കിട്ടും. അടുത്തത് മോഡാണ്. മോഡിന്റെ ഇക്വേഷൻ L + D1 / D1 + D2 × H ആണ്. D1 എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ആദ്യം ലൊക്കേറ്റ് ചെയ്യുക, അത് 15 ആണ്. 40 to 50 ഇടയിലെ 15 ആണ്. ഇനി D1 എന്ന് പറയുന്നത് 15-ഉം അതിന് മുന്നത്തെ ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസ്
D2 എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേറ്റ് ചെയ്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും താഴെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ D1 നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ഫ്രീക്വൻസിയും മുകളിലുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. D2 എന്ന് പറയുന്നത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത ഫ്രീക്വൻസിയും താഴെയുള്ള ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം 15 - 12 എന്ന് പറയുന്നത് 3 ആണ്. അതേപോലെ തന്നെ 15 - 5 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ L പ്ലസ് 15 - 2 എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡഡ് ബൈ 3 പ്ലസ് 15 - 5 5 ഇൻറ്റു H 10. 5 plus 3 8. 3 divided by 8 0.37. 0.37 into 10 3.7. 40 plus 3.7 43.7 അല്ലേ മക്കളെ? നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 3 ഡിവൈഡ് ബൈ 5 പ്ലസ് 3 എന്ന് പറയുന്നത് 8 ആണ്. 3 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3 എന്ന് പറയുന്നത് 8 ആണ്. 3 ഡിവൈഡഡ് ബൈ 8 0.37 ഇൻറ്റു 10 3.7. 3.7 പ്ലസ് 40 എന്ന് പറയുന്നത് 43.7 ആണ്. ഇങ്ങനെ ഓരോ ഇതിലെയും മീൻ മീഡിയൻ മോഡ് നമ്മൾ അടിപൊളിയായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാനായിട്ട്. എങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പോവേർട്ടി ആണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ ഇന്ത്യൻ എക്കോണമിയിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് പോവേർട്ടി എന്ന് പറയുന്നത്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരൊറ്റ ചോദ്യമാണ്. ഒരൊറ്റ ചോദ്യം മാത്രമല്ല, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് പോളിസി ആൻഡ് പ്രോഗ്രാം ടുവേർഡ് പോവർട്ടി അലീവിയേഷൻ. പോവർട്ടി അലീവിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസും പോളിസീസും എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. ആദ്യമേ നമ്മൾ ഓർക്കേണ്ടത് അപ്രോച്ചസ് ടുവേർഡ് പോവർട്ടി അലീവിയേഷൻ ആണ്. പോവർട്ടി അലീവിയേറ്റ് ചെയ്യാനുള്ള അപ്രോച്ചസ് എന്തൊക്കെയാണ് അപ്രോച്ചസ്? 3 അപ്രോച്ചാണ്. ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, എംപ്ലോയ്മെന്റും ഇൻകം ജനറേഷനും, പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റിയും. ഇത്രയും കാര്യങ്ങളാണ് അപ്രോച്ചസിൽ വരിക. അതിന്റെ മലയാളം മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കിൾ ഡൗൺ തിയറിയിലെ ബേസിസ് ചെയ്തിട്ടുള്ളതാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയെ ആശ്രയിക്കൽ. അതായത് പറയുന്നത് എക്കണോമി മൊത്തത്തിൽ വളർന്നു കഴിഞ്ഞാൽ, വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് എക്കണോമിയിലെ എല്ലാ സെക്ഷനിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ആൾക്കാർ പോവർട്ടിയിൽ നിന്നും പുറത്തു വന്നോളും. രണ്ടാമത്തേത് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ജനറേഷൻ ആണ്. ഇവിടെ പറയുന്നത് പുള്ളപ്പ് തിയറിനെ പറ്റിയാണ്. എന്താ പുള്ളപ്പ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റും ഇൻകവും ജനറേറ്റ് ചെയ്യുന്ന പരിപാടികൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോവർട്ടിയിലുള്ള ആൾക്കാരെ പുള്ളപ്പ് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പോവർട്ടിയിൽ നിന്നാണ് പറയുന്നത്. ഈ എംപ്ലോയ്മെന്റിലും ഇൻകം ജനറേഷനിലുമാണ് സെൽഫ് എംപ്ലോയ്മെന്റും വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും വരുന്നത്. ഇത്രയും പ്രോഗ്രാം ഉണ്ട്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കരമായിട്ടും ലെങ്തിൽ പോകും. മിസ് ഒന്ന് റഫായിട്ട് എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ലൈവിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം REGP എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. ഇനി പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന എന്താ? PMRY എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ കൊണ്ടുവന്ന പരിപാടിയാണ്. ഏറ്റവും ഇൻകം കുറഞ്ഞ ഫാമിലിയിൽ നിന്നും അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അൺഎംപ്ലോയ്ഡ് ഉള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് PMRY. SJSRY എന്ന് പറയുന്നത് അർബൻ ഏരിയയിൽ എംപ്ലോയ്മെന്റ് കൊടുക്കാൻ കൊണ്ടുവന്ന പരിപാടിയാണ്. SGSY എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഈ കുടുംബശ്രീയൊക്കെ പോലെയുള്ള ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ പോവർട്ടിയിൽ നിന്നും ആൾക്കാർ പുറത്തു കൊണ്ടുവന്ന പരിപാടിയാണ്. ഇനി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം NREGP തൊഴിലുറപ്പ് പദ്ധതിനെയാണ് സൂചിപ്പിക്കുന്നത്. 100 ദിവസം നമുക്ക് പണി ഉണ്ടാകും. ആ 100 ദിവസം നമുക്കൊരു മിനിമം വേജ് കിട്ടും. ഇനി JRY എന്ന് പറയുന്നത് ജവഹർ റോസ്ഗാർ യോജന. ജവഹറിന്റെ ജവഹർ അവസാന ലെറ്റർ R, അപ്പം R ഫോർ റൂറൽ ഏരിയ. അപ്പം ജവഹർ റോസ്ഗാർ യോജന എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ. ഇനി NRY നെഹ്റു റോസ്ഗാർ യോജന, നെഹ്റുവിന്റെ അവസാനത്തെ അക്ഷരം U, അർബൻ ഏരിയയിൽ എന്ത് കൊണ്ടുവരാൻ? എംപ്ലോയ്മെന്റ് കൊണ്ടുവന്ന പരിപാടിയാണ്. ഇനി ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ്. ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും പ്രോഗ്രാംസ് ആണുള്ളത് അല്ലേ. ഇതിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കടയാണ്, പൊതുവിതരണ സമ്പ്രദായം. അടുത്തത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഈ അംഗനവാടികളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുവാടാ? നമുക്കറിയാം ഗർഭിണികളായ സ്ത്രീകൾക്കും 6 വയസ്സുള്ള കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമൊക്കെ ഫുഡ് അസിസ്റ്റൻസ്, ന്യൂട്രീഷൻ, റാഗിപ്പൊടി, അമൃതം പൊടി ഇതൊക്കെ കൊടുക്കും. ഈ പരിപാടിയെയാണ് ICDS എന്ന് പറയുന്നതെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി MDMS ആണ്. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം. സർക്കാർ മേഖലയിലുള്ള സ്കൂളുകളിൽ എന്ത് കൊടുക്കും? ഫ്രീ കുക്ക്ഡ് മീൽസ് കൊടുക്കും അല്ലെ. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ട് മീല് കൊടുക്കുകയാണ്. അത് ഉച്ചക്കഞ്ഞിയാകാം, ഉച്ചഭക്ഷണമാകാം, മന്തിയാകാം, ബിരിയാണി ആകാം, ഫ്രൈഡ് റൈസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. അതാണ് സ്കൂളിൽ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് അന്നപൂർണ സ്കീമാണ്. അതായത് 10 കിലോ അരി
ഒരു പൈസയും വാങ്ങിക്കാതെ പാവപ്പെട്ട ഓൾഡ് ഏജ് പെൻഷനൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് പുവർ സിറ്റിസൺസിന് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അന്നപൂർണ സ്കീം. അന്ത്യോദയ അന്ന യോജന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അതായത് ഈ ഭക്ഷ്യധാന്യങ്ങളുണ്ടല്ലോ, ഗോതമ്പ്, ഈ അരി, പഞ്ചസാര പോലെയുള്ളത്, ഇത് ഏറ്റവും വില കുറച്ച് ഏറ്റവും പാവപ്പെട്ട ഫാമിലീസിന് കൊടുക്കുന്നതിനാണ് അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സെക്യൂരിറ്റി ആണ്. സോഷ്യൽ സെക്യൂരിറ്റിയിൽ ആദ്യം ആം ആദ്മി ഭീമ യോജനയാണ്. ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു പ്രോഗ്രാമാണ് ആം ആദ്മി ഭീമ യോജന എന്ന് പറയുന്നത്. ഇനി INPS, ഒരുപാട് ആൾക്കാർ INPSൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? നിർബന്ധമായിട്ട് നമ്മൾ പങ്കെടുക്കണം. ഒരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ INPSലേക്ക് നമ്മളെ ആഡ് ചെയ്യും. അതായത് BPL ഫാമിലിക്ക് 65 വയസ്സ് മുകളിലുള്ള ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്, 500 രൂപ പ്രതിമാസം കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ഇനി RSBY, രാഷ്ട്രീയ സ്വസ്തിക ബീമ യോജന, 2008 സ്റ്റാർട്ട് ചെയ്തതാണ് BPL ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാൻ. ഇനി അഡാൽ പെൻഷൻ യോജന എന്ത് വേണ്ടിയിട്ടാണ്? 18 മുതൽ 40 വയസ്സുള്ള ആൾക്കാർ എവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കണം, അസംഘടിത മേഖല, അൺഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. ഇനി JBY, ജനശ്രീ ബീമ യോജന, അതായത് BPL ഫാമിലിക്ക് ഇൻഷുറൻസ് കവർ പ്രൊവൈഡ് ചെയ്യാൻ കൊണ്ടുവന്ന പരിപാടിയെയാണ് JBY എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം അടുത്ത 8 ഏജുള്ള ചാപ്റ്റർ ആണ് എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് നമുക്കറിയാം. ഇതിന് മെയിനായിട്ട് പഠിക്കാനുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണ്, അതിൻ്റെ എന്ത് സ്ട്രാറ്റജീസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ഇസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? UNCED ഡിഫൈൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആസ് ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ് ദ നീഡ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. എന്താ പറയുന്നത്? ഭാവി തലമുറകൾക്ക് അവയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് വിഘാതമാകാത്ത, അതായത് ഇപ്പം ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ബാക്കിയൊരു ഫ്യൂച്ചർ ജനറേഷനിലെ ആൾക്കാർ വേണം, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വിധത്തിൽ വേണം, ആ ഒരു രീതിയിൽ വേണം ഡെവലപ്മെന്റ്. അല്ലാതെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് മാത്രമെല്ലാം, എൻ്റെ വെള്ളം, എൻ്റെ മരം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാതെ അത് ഫ്യൂച്ചറിലേക്ക് കുറച്ച് ആൾക്കാരുടെ വരാനുണ്ട്. ഫ്യൂച്ചർ ജനറേഷനും കൂടെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പെരുമാറി വികസനം നടത്തുന്നതിനെയാണ് സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ട്രാറ്റജീസ് പഠിക്കാനുണ്ട്. 10 സ്ട്രാറ്റജീസ് ഉണ്ട് മക്കളെ, ഓരോന്നും നമുക്ക് വേഗം നോക്കാം കേട്ടോ. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ, പാരമ്പര്യേതര ഊർജ്ജമൊക്കെ ഉപയോഗിക്കുക. അതായത് ഈ കൺവെൻഷണൽ സോഴ്സ് ആയിട്ടുള്ള തെർമൽ പവർ, ഹൈഡ്രോ പവർ ഒക്കെ നമ്മുടെ എൻവയോൺമെന്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന, അല്ലാതെ മോശം രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. അതിന് പകരം കൺവെൻഷണൽ സോഴ്സ് ആയിട്ടുള്ള പാരമ്പര്യേതര ഊർജ്ജങ്ങളായിട്ടുള്ള സോളാർ, വിൻഡ് എനർജി, ടൈഡ് എനർജി. ടൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാലകളിൽ നിന്നും കിട്ടുന്ന എനർജീനെയാണ് ടൈഡ് എനർജി എന്ന് പറയുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുക. ഇനി LPGയും ഗോബർ ഗ്യാസും റൂറൽ ഏരിയാസിൽ യൂസ് ചെയ്യുക. LPG എന്ന് പറയുന്നത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ഗോബർ ഗ്യാസ് എന്ന് പറയുന്നത് ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്ന ഏത് തരത്തിലുള്ള ഗ്യാസ് ആണ് കേട്ടോ. ഇപ്പൊ LPG ഒന്നും കിട്ടാനില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് യുദ്ധം നടക്കുന്നത് കൊണ്ട്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു നല്ല മെഷറാണ്. ഇനി അർബൻ ഏരിയസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG ഉപയോഗിക്കാം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൊക്കെ ബസ്സുകളിലും കാറുകളിലും ബൈക്കുകളിലും ഒക്കെ CNG ബൈക്കുകൾ ഇറങ്ങുന്നുണ്ട്. ഇത് എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. വിൻഡ് എനർജി, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, അതായത് കാറ്റിന്റെ സ്പീഡ് എവിടെയാണോ ഹൈ ആയിട്ടുള്ളത് അവിടേക്ക് കാറ്റാടികൾ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കൂറ്റൻ കാറ്റാടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. ഈ കാറ്റാടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ നിന്ന് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് റിന്യൂവബിൾ എനർജിയാണ്, വീണ്ടും പുതുക്കാൻ പറ്റുന്നതാണ്, നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ക്ഷയിച്ചു പോകുന്ന ഒന്നല്ല, വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കും. സോളാർ എനർജി, അതും എന്താണ്? ഒരു റിന്യൂവബിൾ എനർജിയാണ്. ഫോട്ടോ വോൾട്ടിക് സെല്ലിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സാധനങ്ങൾ ഹീറ്റ് ചെയ്യാൻ, വെള്ളം ഹീറ്റ് ചെയ്യാൻ, കുക്ക് ചെയ്യാൻ, ലൈറ്റിങ്ങിനൊക്കെ നമുക്ക് ഈ സോളാർ പാനൽ വഴി എന്ത് കിട്ടും? ഊർജ്ജം കിട്ടും. മിനി ഹൈഡൽ പ്രൊജക്ട്, മിനി ജലവൈദ്യുത പദ്ധതികൾ, വലിയ വലിയ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്ത് പ്രകൃതിയെ നശിപ്പിക്കുന്നതിനേക്കാളും ചെറിയ ചെറിയ ഡാമുകൾ, അതാണ് മിനി ഹൈഡൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. സ്ട്രീം, അരുവികൾക്ക്
അക്രോസ് ആയിട്ട് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുക. ലോക്കൽ നീഡ്സിന് ഇത് പവർ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യും. 7 ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക. ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടും അല്ലേ. ചെറിയ പനിയാണെങ്കിൽ ഇപ്പോഴത്തെ പനി വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ആദ്യമേ പനി വരുമ്പോൾ, എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ഫസ്റ്റ് പനി വരുമ്പോൾ ഞാൻ ആദ്യം കുടിക്കുന്ന തുളസിയാണ്, തുളസിയുടെ നീരാണ്. രണ്ടാമത് കുടിക്കുന്ന പനിക്കൂർക്കയുടെ നീരാണ്. അതൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, അതായത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് പനി വന്നാൽ എപ്പോഴും നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യരുത്, ഒരു ഡോക്ടറിനെ കാണണം കേട്ടോ. പക്ഷേ ട്രഡീഷണൽ നോളജ് കുറേ മെഡിസിനൽ പ്ലാന്റ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്കും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അടുത്തത് ഓർഗാനിക് ഫാമിംഗ് ആണ്, ജൈവ കൃഷി. നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ ഒരുപാട് മോശം ഇമ്പാക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് ജൈവമായിട്ട് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്യുന്നതാണ് വളരെ നല്ലൊരു കാര്യമാണ്. ഏറ്റവും അവസാനത്തെ 2 എണ്ണമാണ് ബയോ കമ്പോസ്റ്റിങ്ങും ബയോ പെസ്റ്റ് കൺട്രോളും. ബയോ കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കുന്ന കമ്പോസ്റ്റാണ് ബയോ കമ്പോസ്റ്റ്. ബയോ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പെസ്റ്റിസൈഡ്സ് ഇല്ലേ, അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കാം. ഇപ്പം ഈ നീം, വേപ്പിലയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പുകയില, ടുബാക്കോ എന്ന് പറഞ്ഞാൽ പുകയിലയാണ് കേട്ടോ. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇല ഉപയോഗിച്ച് നമുക്ക് പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെസ്റ്റിസൈഡ്സ് എന്നാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഓരോ ചാപ്റ്ററും നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ചാപ്റ്ററിലെയും എന്താണ് നമ്മൾ പഠിച്ചത്? യെസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് കൊടുക്കും. അപ്പം എല്ലാ മക്കളും വൈകുന്നേരം കൃത്യം 7:30 നമ്മുടെ ലൈവിലേക്ക് വന്നു ചേരാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.